നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഒന്നുമല്ലെന്നേ, എനിക്ക് ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണേ. മാവിന്റെ ചുട്ടിൽ മാങ്ങ കിടന്ന് ഞാൻ എടുത്ത് കടിച്ചു. പെട്ടെന്നൊരു ഏറ് വന്ന് എന്റെ പെടലിക്ക്. ആര്? ഞാൻ തിരിഞ്ഞു നോക്കാൻ പറയാം, നീ നിപ്പോ വൈറസ് വരുത്തു അല്ലടാ വവ്വാലേന്ന് ചോദിച്ചൊരു 16 എണ്ണം എന്റെ പുറകില്. ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വന്നല്ലേ. സത്യം സത്യം, ഞാൻ വക്കീലാണെന്നും. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചേംബറിൽ 2 ജഡ്ജിമാരിരിക്കുന്നത് കാണും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എൻ്റെ ഒരു സങ്കടം പറയാണ്, ഞങ്ങളുടെ ഈ ഗൗൺ ഒന്ന് മാറ്റിയിട്ട് ഒരു 3/4 ടീഷർട്ടും ആക്കി തന്ന വലിയ ഉപകാരമായി. അതെ 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 മിസ്റ്റർ, ഇത് കോടതിയല്ല. അത് കോടതിയല്ല. അല്ലല്ല. ശരിയാണല്ലോ, ഇത് കോടതി ക്യാൻറ്റീൻ ആണല്ലേ. എന്താ അല്ല എഴുതി വെച്ചേക്കുന്ന കോടതിയിൽ മസാല ദോശ. കോമഡി മസാല നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു നോക്ക്. അയ്യോ, അപ്പുറത്തോട്ട് അക്ഷരം ഇല്ലായിരുന്നില്ലേ, എനിക്ക് എത്തച്ച് തോന്നിയതാണ്. അല്ല, വക്കീലാന്ന് മനസ്സിലായി. അതെ, എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം മനസ്സിലായി. എൻ്റെ പേര് ശാന്തൻ, അഡ്വക്കേറ്റ് ശാന്തൻ. അഡ്വക്കേറ്റ് ശാന്തൻ. പേരും സ്വഭാവം തിരിഞ്ഞു പോയില്ലേ? എന്താണ് ശാന്തൻ പേരും വായിന്ന് ഭയങ്കര സ്പീഡിലുള്ള സംസാരം. അതൊരു വക്കീലാകുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്? അല്ലേ അല്ലേ? അതെ അതെ. അല്ല, ഞങ്ങൾ ഒരു വക്കീലിനെ ഞാനിങ്ങനെ തേടി നടക്കുവായിരുന്നു. എന്തായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ലേഡി, സീരിയൽ നടിയാ. പുള്ളിക്കാരത്തിന്റെ ഒരു 10 പവന്റെ ഒരു നെക്ലേസ് മാല നഷ്ടപ്പെട്ടു. ആ കേസ് നിങ്ങളടുത്ത് വാദിച്ച് വിജയിച്ച് നിങ്ങൾ കോടീശ്വരനായിരിക്കും. ആരുടെയാണ് കേസ്? ആരുടെയാണ്? സീരിയൽ നടിയുടെ. എടുക്കില്ല. സീരിയൽ നടിയുടെ കേസ് ഞാൻ എടുക്കാറില്ല. അല്ല, സീരിയൽ നടി നല്ല പൈസ കിട്ടും. നല്ല പൈസ വേണ്ട എനിക്ക്, ആ പൈസ വേണ്ട എനിക്ക്. സീരിയൽ നടിയുടെ കേസ് വേണ്ട എനിക്ക്. അല്ല, സീരിയൽ നടിയുടെ നെക്ലേസ് ആണ് നഷ്ടപ്പെട്ടത്. അത് അവര് സീരിയൽ അഭിനയിച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച് നെക്ലസ് അല്ലേ, അത് പൊയ്ക്കോട്ടെ. ഞാൻ കേസ് എടുക്കില്ല. അത് അല്ല, ഈ സീരിയൽ നടിക്കുമ്പോ സെലിബ്രിറ്റിയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. എന്തായാലും സീരിയൽ നടിയുടെ ഒരു കേസ് ഞാൻ ബാധിക്കത്തില്ല. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്റെ സഹോദരിമാരെ കണ്ണിലാഴ്ത്തി ഉണ്ടാക്കിയ പൈസയാണത്. പന്തി കഴിഞ്ഞ് ഒറ്റ എണ്ണത്തിന് എന്ത് കരച്ചിലാണെന്നറിയോ? പെറ്റ തല നോക്കിയിരിക്കില്ല. അതുപോലെ കരയിപ്പിച്ചുണ്ടാക്കിയ പൈസ പോട്ടെ, ഞാൻ ബാധിക്കില്ല. വേണ്ടല്ലേ? വക്കീലെ, ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. പറയൂ. നമ്മൾ ഈ ഉദാഹരണം, ചിലർ, എല്ലാവരും സ്വഭാവമല്ല, ചിലർ ഈ താലിമാല പൊട്ടിച്ച് കളയുമല്ലോ വഴക്കൂടുന്ന സമയത്ത്. അതെ, ഈ താലിമാല പൊട്ടിച്ചാൽ എത്ര വർഷത്തെ ശിക്ഷ കിട്ടും? 3 വർഷത്തെ കഠിന തടവാണ്. പിന്നെ അത് കെട്ടുന്നവന് ജീവപര്യന്തം. ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് വക്കീൽ ഇത് ഇവിടെ പറയാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഡൈവോഴ്സ് വേണം. അയ്യോ, എന്താ വേണമെന്ന്? ഡൈവോഴ്സ് വേണം. ഇത് ചാഴക്കടയില് അലമാരയിൽ ഉണ്ടാക്കുന്ന ഉണ്ടപ്പുരിയല്ല. ചോദിക്കുമ്പോൾ എടുത്ത തരാൻ കാരണങ്ങൾ പറയണം. അതല്ലാന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നു, കുടുംബം നന്നായിട്ട് നോക്കുന്നു. ഞാൻ ഈ 3 മാസങ്ങൾക്ക് മുമ്പ് അവൾക്ക് ഒരു TV മേടിച്ചു കൊടുത്തു. ഈ TV മേടിച്ച് കൊടുത്തതിന് ശേഷം അവൾ അടുക്കളയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവളോട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഡൈവോഴ്സ് വേണം. എനിക്ക് ഇത് ഇത്ര വലിയ കോമഡിയാണോ? അതല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണം മിസ്റ്റർ? അതെനിക്ക് ഡൈവോഴ്സ് മേടിച്ച അതല്ല. അപ്പൊ ഞാൻ എന്റെ ഭാഗം വെച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. 1.5 വർഷം ആളിയാ അവള് ബെഡ്റൂമിൽ വന്നത്. ഓർത്താൽ അതിൽ തന്നെയാണ് കിടപ്പ് ഇരിപ്പും എല്ലാം അതിന്റെ പുറത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണും, ഫാമിലി ഗ്രൂപ്പ് വെച്ച്. അല്ലാതെ അവിടെ കാണാറേ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് പറ. അടപ്പ് എങ്ങനെയുണ്ട്? വാദമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. വാദം ഇല്ല, വെരിക്കോസ് വെയിൻ ഉണ്ട്. സുഹൃത്തിന്റെ അസുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചാ, പിന്നെ കേസും വാദമൊക്കെ ഉണ്ടോന്ന് ഉണ്ട്. എന്റെ പേര് ഒരുപാട് കേസുകളുണ്ട്. ഞാൻ അറിയാതെ വന്ന് പെടുന്നതാണ് കേസുകൾ. ആണല്ലേ? അപ്പൊ ഈ ഇടയ്ക്ക് ഒരു കേസ് വന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സങ്കടം വരും. പാലത്തിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചതിന് കേസ്. പാലത്തിൽ കൂടെ പിന്നെ വണ്ടി ഓടിക്കണ്ടേ? പിന്നെ ബോട്ട് ഓടിക്കാൻ പറ്റുമോ? അതാണ് കേസ് വന്നു. എന്താ കാര്യം? മറ്റൊന്നുമല്ല, മദ്യപ ലഹരിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയായിരുന്നു. അയാളുടെ മൂക്കിന്റെ പാലത്തിൽ കൂടെയാണ് ഞാൻ ബൈക്ക് ഓടിച്ചത്. അങ്ങനെയാണ് കേസായത്. അങ്ങനെ കേസ് വരുമോ? അല്ല, കേസ് വരില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, പാലമല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ കേസ് വാദിച്ച് ഓരോരുത്തർ രക്ഷപ്പെടുത്താറുമുണ്ട്. ആണോ? പിന്നെ ഞാൻ എത്രയോ കേസുകൾ നമ്മുടെ അടുത്തുള്ളവരെ ഒരുപാട് ഞാൻ സഹായിക്കും. എന്റെ ഒരു സുഹൃത്ത് പിന്നെ ഒരു ബൈക്ക് പോലീസ് പിടിച്ചു, ഒരു ഉഴവൂർ മോഹനൻ. പുള്ളിയുടെ കേസ് എന്തെങ്കിലും? ഉഴവൂർ മോഹനൻ അങ്ങനെ അല്ലല്ലോ, ആ വ്യക്തിയുടെ പേര് ജോസ് എന്നോ മറ്റോ അല്ലേ? അത് വിളിപ്പേര്. സർട്ടിഫിക്കറ്റ് നെയിം ഉഴവൂർ മോഹനൻ. ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, എന്റെ അയൽവക്കത്തുള്ള ഒരാൾ രക്ഷിച്ച കഥ ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, ഇയാള് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് പറയാലും ഇരട്ടിച്ച് പറയും. എന്ത് സംസാരം, ഏത് വാക്ക് പറയാലും ഇരട്ടിച്ച് പറയും. അപ്പൊ കടലാസ് എന്ന് പറഞ്ഞാൽ കടലാസും കിടലാസും
ചോറെന്ന് പറഞ്ഞാൽ ചോറ് കീറി. ചോറ് കീറോ? ആ അങ്ങനെ പറയും. അപ്പൊ കറി എന്ന് പറഞ്ഞാലും അത് നീ ആ ചെവി പറഞ്ഞു തരാം. വേണ്ട. അല്ല പിന്നെ ഞാൻ എന്താ പറയുന്നത്, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അയാളെ ഞാൻ കോടതിയിൽ കൊണ്ട് നിർത്തി വാദിക്കുകയാണ്. വാദിച്ച് ഞാൻ ഒരുമാതിരി അങ്ങനെ രക്ഷപ്പെടും എന്ന വക്കത്തായപ്പോൾ ജഡ്ജി എൻ്റെ കക്ഷിയോട് ചോദിച്ചു, നീ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇരട്ടിച്ച് പറയുന്നവനല്ലേ അവൻ പെട്ടെന്ന് ഞാൻ ആധാരം കീതാരം ഒന്നും എടുത്തില്ലെന്ന് പറഞ്ഞു. അത് ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കീതാരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞാൽ നിന്നെ ഇവിടെ രക്ഷപ്പെടുത്തില്ല, അല്ലെങ്കിൽ നിനക്ക് കഠിന നടപടി ഇനി ഞാൻ കൂട്ടിത്തരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ കീതാരം എന്താ, കീതാരം അവൻ പപ്പ അടിക്കുക, കീതാരം ഈ പറഞ്ഞും പോയി കീതാരം. അപ്പം ജഡ്ജി എന്നെ നോക്കി, തൻ്റെ കക്ഷിയല്ലേ ചോദിച്ചു. അതെ, താൻ പറയൂ അർത്ഥം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവമായിട്ടൊരു ഐഡിയ എന്ന് ഞാൻ പറഞ്ഞു, ഈ ആധാരം പൊതിയുന്ന പേപ്പറാണ് കീതാരം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവൻ അങ്ങനെ ഇതൊന്ന് കേട്ടെ. ഹലോ വക്കീലേ, ഇല്ല പുള്ളി ആ മാല ഒന്ന് ഇടട്ടെ. വേണ്ട മാല വേണ്ട, അവനിടണ്ട. അത് വിഷയമാണ്. അതാണ് ഇയാള് ജയിപ്പിച്ച വല്ല പ്രതിയായിരിക്കും. പുള്ളിയെ മാല ഇടട്ടെ. ജയിപ്പിച്ച പ്രതിയായിരിക്കും. ഇവനോ? ഇവനാരാ നിങ്ങൾക്കറിയോ? ഇവനെ പീഡനക്കേസിലെ പ്രതിയാണ്. അവൻ പീഡനക്കേസിലെ പ്രതിയോ? അതെ. പീഡനക്കേസിലെ പ്രതിയാണ് ഇയാള്. ചെറിയൊരബദ്ധം എനിക്ക് പറ്റി. ചെറിയൊരബദ്ധം മനുഷ്യനല്ലേ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഈ വക്കീലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആണല്ലേ? അങ്ങനെ വക്കീലുള്ളതുകൊണ്ട് നിങ്ങളിവിടെ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നും, എന്റെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയത് ഞാൻ ബാധിച്ചവൻ രക്ഷപ്പെടുത്തിയെന്നാണോ? അല്ലല്ല, ഞാൻ എവന് വേണ്ടിയല്ല ബാധിച്ചത്. പീഡനത്തിന് ഇരയായപ്പെട്ട ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ബാധിച്ചത്. ആ കുട്ടിക്ക് 6 വർഷത്തെ കഠിന തടവ്, ഇവൻ ഫ്രീയുമായി. ഈ വക്കീലുള്ളതാണ് ഞാനിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും മിടുക്കന്മാരായ വക്കീലാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി ഉണ്ടാമ്പളം തിന്നാണ്. വക്കീലേ, നീ ഈ മാല ഇട്ട് കഴിഞ്ഞാല് ആ പെണ്ണിന്റെ ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തുചേർന്ന് എവനെ ജയിപ്പിച്ചാന്നല്ലേ ഞാൻ പറയത്തുള്ളൂ, ഇവനെ രക്ഷപ്പെടുത്തുന്നല്ലേ പറയത്തുള്ളൂ. അവരെല്ലാം എന്നെ നെഞ്ചെത്തി ഇവൻ മാലയിടും, അവരെന്നെ നെഞ്ച് റീത്ത് വെക്കും. അതുകൊണ്ട് എന്റെ പൊന്നും വേണ്ട, വേണ്ട, വേണ്ട.